ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് നിത്യരക്ഷ അനുഭവിക്കാൻ സാധിക്കുകയില്ല. നാം ഈ ലോകത്ത് തിന്നും കുടിച്ചും മ്ലേച്ഛതകൾ ചെയ്ത് പല പാപങ്ങൾക്ക് അടിമപ്പെട്ട് തോന്നിവാസികളായി ജീവിക്കാനല്ല ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. മറിച്ച് ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട്. അതാണ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നാം ഈ ലോകത്ത് ജീവിച്ച് മൺമറിഞ്ഞു പോകേണ്ടവരല്ല, മറിച്ച് മരിച്ചുയർത്ത് സ്വർഗത്തിൽ യേശുവിനോടൊപ്പം നിത്യകാലം ജീവിക്കേണ്ടവരാണ്. ഇതാണ് യേശുവിനെ മനുഷ്യരെ കുറിച്ചുള്ള പദ്ധതി. വിശുദ്ധ ബൈബിളിൽ ഹഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഈ ആലയത്തിന്റെ പൂർവ്വമഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം. ഈ ലോകം വെച്ച് നീട്ടുന്ന സർവ്വമഹത്വത്തെക്കാളും ഉന്നതമായിരിക്കും നാം മരിച്ച് സ്വർഗത്തിലായിരിക്കുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന മഹത്വം. നാം മരിച്ചു കഴിയുമ്പോൾ നമുക്ക് താന്താങ്ങളുടെ പ്രവർത്തികൾക്ക് അനുസരിച്ച് പ്രതിഫലം തരുമെന്നാണ് വിശുദ്ധ ബൈബിളിൽ ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ലോകം തരുന്ന എല്ലാ പാപാവസ്ഥകളും നാം വിട്ടെറിഞ്ഞ് നാം യേശുക്രിസ്തുവിൽ ഒന്നായി ആ സത്യം തന്നെയായ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ സത്യത്തോടൊപ്പം നമുക്ക് നിലകൊള്ളാം. അതുകൊണ്ടാണല്ലോ അവിടുന്ന് നമ്മോട് അരുളി ചെയ്തത്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന്. നമുക്ക് ആ സത്യത്തെ കണ്ടുമുട്ടാം, നമുക്ക് ആ സത്യത്തോട് പ്രാർത്ഥിക്കാം. ആ സത്യത്തെ കണ്ടെത്തി നാം എന്നും ആ സത്യത്തിൽ ഒന്നായി തീരേണ്ടവരാണ്. യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.